നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് തോറ്റുപോയ മുന്നണിക്കകത്തിലെ ഒരാൾക്ക് 33% മാർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്. തൊട്ട് പിന്നിലായിട്ട് എനിക്ക് തോന്നുന്നു VD സതീശനാണ്. 27% മറ്റോ ആണ് VD സതീശന് കിട്ടിയിരിക്കുന്ന ഒരു പെർസെൻറ്റേജ്. ശരി, VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായം. പക്ഷേ ഈ പറയുന്ന KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ സാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി തങ്ങൾക്ക് വലിയ മോഹമാണ്. അദ്ദേഹം പലപ്പോഴായി ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വിജയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മുന്നണി വിജയിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരേ ഒരു നേതാവ് അത് VD സതീശൻ മാത്രമാണ് എന്ന് ഇപ്പോൾ ഒന്നോ രണ്ടോ തവണയല്ല പല തവണയായി ഈ സാദിഖ് അലി തങ്ങൾ പറയുന്നുണ്ട്. ഈ എന്തുകൊണ്ടായിരിക്കാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് VD സതീശനോട് ഇത്രയും അടുപ്പമുണ്ടായതിന് കാരണം? രമേശ് ചെന്നിത്തലയോടും KC വേണുഗോപാലിനോടും അങ്ങനെ ഒരു തോട്ടില്ല. KC വേണുഗോപാൽ ശരി, അയാൾ ഇവിടെ മത്സരിച്ച ഒരാളൊന്നുമല്ല. അപ്പോൾ പിന്നെ KC വേണുഗോപാൽ ഇതിനോട് വലിയ താല്പര്യം ഉണ്ടാകേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തലയോട് എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന മുസ്ലിം ലീഗിന് അത്രയൊരു താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള കാരണം? ഇനിയും ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ പരിശോധിച്ചാൽ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം കള്ളം പറയാൻ വേണ്ടിയിട്ടെങ്കിലും മാധ്യമങ്ങളെ കാണുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു. അതായത് എല്ലാ ദിവസങ്ങളിലും എല്ലാ നേതാക്കന്മാരുടെയും പിന്നെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വിശദമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പം ഈ പറയുന്ന പോലെ കള്ളം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്ക് കള്ളം ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു പഴമൊഴി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഒരു കള്ളം തന്നെ പല ആവർത്തി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സത്യത്തിൻ്റെ ഒരു രൂപഭാവത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ പലതും സർക്കാരിനെതിരായി അതൊന്നും വേണ്ടും വിധത്തിൽ കൊണ്ടുവന്ന് നിയമപരമായി അതിൻ്റെ ഒരു എൻഡ് കാണാൻ ഒരിക്കലും VD സതീശന് കഴിഞ്ഞിട്ടില്ല. സോ ഈ രീതിയിൽ മാധ്യമങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരാളെ നേതാവാക്കി VD സതീശൻ അനുകൂലികൾ വാഴ്ത്തിക്കൊണ്ടുവന്നു. തന്നെയുമല്ല, ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകർ കൂടി പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എവിടെയും, അതായത് ഇപ്പോൾ നമുക്കറിയാം പുതുപ്പള്ളി ബൈ ഇലക്ഷൻ നടക്കുന്നു. പുതുപ്പള്ളി ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഒരു KPCC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് സംസ്ഥാന തലത്തിൽ. ആ KPCC അധ്യക്ഷനെ പോലും നിരായുധനാക്കിക്കൊണ്ട് തള്ളി നീക്കിക്കൊണ്ട് ഞാനാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന ഒരു സ്വയം പ്രഖ്യാപിത നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്യാപ്റ്റൻ എന്നും സതീശനിസമെന്നും തൻ്റെ അണികളെ കൊണ്ട് പറയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് VD സതീശൻ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലെല്ലാം അതിനുവേണ്ടി എന്താ സതീശൻ ചെയ്ത ഗ്രൗണ്ട് വർക്ക് എന്ന് ചോദിച്ചാൽ യൂത്തന്മാരെ എല്ലാം ഒപ്പം നിർത്തി അവരുടെ ഏത് പ്രശ്നത്തിലും ശക്തമായി താൻ ഇടപെടുന്നു എന്നുള്ള ഒരു വരവ് ഉണ്ടാക്കി വെച്ചു. അതിനെ അനുകരിക്കാനാണ് ഇപ്പോൾ K. സുധാകരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഫലം കണ്ടില്ല. അപ്പം VD സതീശൻ ആ രീതിയിൽ യൂത്തന്മാരെ കയ്യിൽ വെച്ചുകൊണ്ട് സതീശൻ മുന്നോട്ടുള്ള ജേണി കൃത്യമായി പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സൈഡായി പോയ ഒരാൾ രമേശ് ചെന്നിത്തലയെ അന്വേഷിച്ച് മാധ്യമങ്ങൾ അധികം എത്തിപ്പെടാത്ത സാഹചര്യമുണ്ടായി. രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡേറ്റ ചോർച്ച കൊണ്ടുവന്നത് പിന്നെ രമേശ് ചെന്നിത്തലയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പോയ രമേശ് ചെന്നിത്തലയ്ക്ക് പണി കിട്ടി. എന്നാൽ ബുദ്ധിപരമായി ഈ VD സതീശൻ ഒരു തവണ കോടതിയിൽ നിന്ന് പണി കിട്ടിയതിനെ തുടർന്ന് VD സതീശൻ വളരെ കൃത്യമായി കരുക്കൾ നീക്കി ഒന്നിനെയും കോടതിയിലേക്ക് എത്തിച്ചില്ല. എല്ലാ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തു. മണിക്കൂറുകൾ അടങ്ങുന്ന അന്തിച്ചർച്ചകൾക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിഷയങ്ങൾ എറിഞ്ഞു കൊടുക്കുക മാത്രമാണ് VD സതീശൻ എന്ന് പറയുന്ന ബുദ്ധിമാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും ഒരിക്കൽ പോലും തനിക്കൊരു പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടില്ല, ഒരു തവണ ഒഴിച്ച്. അതേപോലെയുള്ള അവസ്ഥയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു പ്രതീതി കേരളത്തിൽ ജനിപ്പിച്ചു. സ്വർണ്ണക്കൊള്ള അതിങ്ങനെ ആ പ്രതീതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഡേറ്റ ചോർച്ച അതും ആ പ്രതീതി മുന്നോട്ട് കൊണ്ടുപോയി. ഈ CMR അഴിമതി അതും ആ ഒരു പ്രതീതി എവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ അവിടെ ജനങ്ങളുടെ മുമ്പിൽ ധരിപ്പിക്കാൻ VD സതീശനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന വിഷയം. ഇനിയും ഇല്ലാത്തൊരു വർഗീയത ഉണ്ട് എന്നിവിടെ വരുത്തി തീർത്തു. എന്താണ്? ഇടതുപക്ഷ നേതാക്കന്മാർ ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കുട പിടിച്ചു കൊടുക്കുന്നവരാണ് എന്ന രീതിയിൽ അതിനൊരു സംഘപരിവാർ ലയത്തിൽ കൊണ്ട് കെട്ടാനും VD സതീശന് കഴിഞ്ഞു. അതും ഈ പറയുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വളരെ വെടിപ്പായിട്ട് നടത്തി. എന്നിട്ട് ഇതിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും പതുക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ അദ്ദേഹം പല ഘട്ടങ്ങളിലായി ഉപയോഗിച്ചു.
അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹം കൂട്ടുപിടിച്ചു, മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തി. അപ്പം സ്വാഭാവികമായി സംഭവിച്ചത് എന്താ, ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗ് പിന്നെ അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരെ എല്ലാം ഇടതുപക്ഷം ചീത്ത വിളിക്കുന്നവരാണെന്നും ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇവരെ കണ്ണിൽ കൊള്ളാത്തവരാണെന്നും, അതായത് ന്യൂനപക്ഷത്തെ മുഴുവൻ എതിർക്കുന്നവരാണ് ഇടതുപക്ഷക്കാരെ എന്ന് പറയുന്ന ഒരു തോന്നൽ, നമ്മുടെ ഒരു നരേറ്റീവ് ഈ കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വി ഡി സതീശന് കഴിഞ്ഞു. ഇതാണ് വി ഡി സതീശൻ ചെയ്ത ഒരു കാര്യം. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല ചെയ്തത്. രമേശ് ചെന്നിത്തല വളരെ നയപരമായി കാര്യങ്ങൾ നീക്കി. അതിനിടയിൽ രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിലേക്ക് പോയി അവിടെ നിന്നും അബദ്ധം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോഴും തോറ്റ ഒരു നേതാവായി രമേശ് ചെന്നിത്തലയെ ജനങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള പ്രാധാന്യം കൂടി അവിടെ നഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയോ അതിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയമോ ഇതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടേയില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. അങ്ങനെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എതിർവികാരം കേരളത്തിനുള്ളിൽ ജനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ കൊണ്ടുവന്ന ഏറ്റവും പ്രൗഢമായ ഒരു കാര്യം. ഇതിനിടയിൽ ഈ പറയുന്ന സതീശനിസം, ക്യാപ്റ്റൻ തുടങ്ങിയ വിളിപ്പേരുകൾ വന്നപ്പോൾ ഇവിടെ ഈ രമേശ് ചെന്നിത്തല പലപ്പോഴും പറഞ്ഞു ഞങ്ങളും പല തെരഞ്ഞെടുപ്പുകളും ജയിപ്പിച്ചിട്ടുള്ളവരാണ് എന്ന് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഗത്യന്തരമില്ലാതെ ഒരിക്കൽ പറയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു വല്ലാത്ത പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട്, ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഞാനെന്തോ അല്ലെങ്കിൽ താനെന്തോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു സംരക്ഷകനാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഏതു തരത്തിലുള്ള അക്രമം വന്നാലും ഞാൻ നെഞ്ചും വിരിച്ച് എന്ന് എതിർക്കും എന്ന് പറയുന്ന ഒരു തോന്നൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വരുത്തി തീർത്തു. ഇവിടെ കേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്തയുടെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരിപാടിയിൽ അവിടെ കയറി എന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതിന് നേരെ വിപരീതമായിട്ട് വർഗീയതയായി അവിടെ അവതരിപ്പിച്ച ഒരാളുടെ പേര് വി ഡി സതീശൻ എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ശ്രമിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനപ്പുറം മലപ്പുറം വിവാദത്തെയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവിനെ അവിടെ സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ താങ്ങിപ്പിടിക്കുന്നവരാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പൊതു പരിപ്രേക്ഷ്യം കേരള സമൂഹത്തിലുണ്ടായി. അതിനെ അഡമൻ്റായിട്ട് വിശ്വസിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും സമസ്തയുടെ ഒരു വിഭാഗം അടക്കമുള്ളവർക്ക് എപ്പോഴും സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതാവായി കാണുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തിൻ്റെ നേതാവായിട്ടാണ് അക്ഷരാർത്ഥത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന് NSS അകൽച്ചയുണ്ട്, SNDPയുമായി അകൽച്ചയുണ്ട്. കാരണം NSSലുള്ളവരും വി ഡി സതീശനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, SNDPയിലെ നേതാവായ വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭൂരിപക്ഷ വർഗീയത, അതായത് കേരളത്തിൽ ഒരു മുസ്ലിം ഹിന്ദു വിഭാഗീയത ഉണ്ടാകുക അല്ലെങ്കിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം പറ്റാൻ നിൽക്കുന്ന ഒരു നേതാവായിട്ട് വേണം വി ഡി സതീശനെ കാണാൻ. ആ നിലയ്ക്ക് നോക്കിയാൽ വി ഡി സതീശൻ അങ്ങനെ ഒരു നേട്ടം കൊയ്തെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് വസ്തുതാപരമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സാദിഖ് അലി തങ്ങളും സമസ്തയിലെ ഒരു വിഭാഗവും എല്ലാവരും ചേർന്നിട്ട് ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി കൈകൊട്ടുന്നത്. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുന്നു, KC വേണുഗോപാലിനെ ഒഴിവാക്കുന്നു. കാരണം എന്താണ്? അവർ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. രമേശ് ചെന്നിത്തല ആരാണ്? NSSനെ സുകുമാരൻ നായർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഞങ്ങളുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ NSSൻ്റെ കുഞ്ഞാണ്, NSSൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ വാഴ്ത്തിപ്പാടിയ രമേശ് ചെന്നിത്തലയെ ഒരിക്കലും ഈ പറയുന്ന സാദിഖ് അലി തങ്ങളടക്കമുള്ള നേതാക്കന്മാരോ സമസ്തയിലെ നേതാക്കന്മാരോ ജമാഅത്തെ ഇസ്ലാമിയിലെ നേതാക്കന്മാരോ പിന്തുണയ്ക്കില്ല. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ വി ഡി സതീശന് വേണ്ടി ഇത്രത്തോളം ഒരു മുറവിളി ഉണ്ടാകുന്നതിന് കാരണം. മറ്റു ചില കാരണങ്ങൾ, ഈ പറയുന്ന സംഘടനാപരമായ കാരണങ്ങൾ, അദ്ദേഹം ഈ രമേശ് ചെന്നിത്തല എല്ലാം ആളത്തിലൊളിച്ചിരിക്കുന്ന സമയത്തും അദ്ദേഹം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ പരമാവധി കൂടെ കൊണ്ട് നടക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഏത് സമയത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഗുളിക കഴിക്കുന്ന പോലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കള്ളം പറയാൻ അദ്ദേഹം പരിശ്രമിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു ഫൈറ്റർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വി ഡി സതീശന് ലഭിക്കുന്ന പ്ലസ് പോയിന്റുകളാണ്. അതേസമയം തികഞ്ഞ ഒരു വർഗീയ വാദത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടാൻ ശ്രമിച്ച ഒരു നേതാവ് എന്നുള്ള ഒരു പ്രസക്തി കൂടി വി ഡി സതീശനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.